ചക്ക കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിക്കനും ബീഫും ഒക്കെ തോറ്റു പോകുന്ന രുചിയാണ് ഈ ചക്ക കട്ട്ലറ്റിന്. ഈ ചക്ക സീസണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചക്ക കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. കട്ട്ലറ്റ് ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ ഒരു ഇടത്തരം ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് നുറുക്കി എടുത്തു കൊണ്ടുവരണം. പുറംഭാഗത്തെ തൊലിയെല്ലാം നന്നായി ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 750 ഗ്രാം ഉണ്ടാവും. അതേപോലെ തന്നെ 1/2 കിലോ ഉരുളക്കിഴങ്ങ് തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഞാനിവിടെ ഒരെണ്ണം രണ്ടായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചക്ക നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് നമ്മൾക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വേവിച്ചെടുത്താൽ തന്നെ നന്നായി ഉടഞ്ഞു വരുന്ന ഒരു പാകത്തിലായി കിട്ടും. ഇടിച്ചക്ക വേവിച്ചത് ഞാൻ ഇവിടെ ഒരു സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. നല്ലവണ്ണം വെന്ത ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നല്ല പൊടിയായി ഇത് ഉടഞ്ഞു കിട്ടും. ഇപ്പോ ചക്ക നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മാറ്റിവെക്കാം. ഇതേപോലെ തന്നെ നമ്മൾ വേവിച്ചപ്പോൾ ഉരുളക്കിഴങ്ങും മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾക്ക് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങും ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 2 വലിയ സവാളയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചോപ്പറിലിട്ട് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ ചെറുതായി ഒന്ന് കൊത്തിയരിഞ്ഞാലും മതിയാവും. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ചക്കയിലും ഉരുളക്കിഴങ്ങിലുമൊക്കെ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. മസാലകളൊക്കെ നന്നായി വഴന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ചക്ക വേവിച്ചപ്പോഴും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിരുന്നു. 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണം എന്നില്ല. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചക്കയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലപ്പൊടികളൊക്കെ ചക്കയിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ചക്കയും ഉരുളക്കിഴങ്ങുമൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട്ലറ്റിന്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടി ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക.
ഇനി ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ചക്കക്കൂട്ട് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ബ്രെഡ് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ബ്രെഡ് ചേർത്ത് കുഴച്ച് നമ്മൾ മിക്സ് തയ്യാറാക്കുമ്പോൾ കട്ട്ലറ്റ് ഒരിക്കലും പൊട്ടിപ്പോവില്ല. ഇത് നമ്മൾ ഏത് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ കൂട്ടിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. കട്ട്ലറ്റ് ഒരിക്കലും പൊട്ടിപ്പോവാനും ചാൻസ് ഇല്ല. കട്ട്ലറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കൂട്ടിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളായി എടുത്ത് നമ്മൾ കൈവെള്ളയിൽ വെച്ച് കട്ട്ലറ്റിന്റെ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കട്ട്ലറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ബാക്കിയെല്ലാ കൂട്ടും നമ്മൾക്ക് ഇതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഇവിടെ എല്ലാം കട്ട്ലറ്റിന്റെ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലറ്റായി എടുത്ത് ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ആദ്യത്തെ കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കട്ട്ലറ്റും നമ്മൾക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾക്ക് ഓരോ കട്ട്ലറ്റും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം എല്ലാം വെന്ത സാധനങ്ങളാണ്. ആദ്യത്തെ ബാച്ച് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കട്ട്ലറ്റുകളും നമ്മൾക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. നാല് മണി ചായയുടെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചക്ക കട്ട്ലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കട്ട്ലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.